നമസ്കാരം. സൈലം പി എസ് സിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് വ്യത്യസ്തമായി പഠിക്കണം അല്ലേ? മാറ്റങ്ങൾ എപ്പോഴും അനിവാര്യമാണ്. ഒരു 10 പര്യായം അല്ലെങ്കിൽ ഒരു 10 അർത്ഥം തന്നിട്ടേ അത് പഠിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പഠിക്കും. കാരണം ആവശ്യക്കാരന് ഔചിത്യമില്ലെന്നാണല്ലോ. പക്ഷെ നമുക്കൊരു വെറൈറ്റി അല്ലെങ്കിൽ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പഠിച്ചാലോ? വയലാറിൻ്റെയും ONV കുറുപ്പിൻ്റെയും ഒക്കെ വരികളിലൂടെ അവരെഴുതിയ പഴയ സിനിമാ പാട്ടുകളുണ്ട്. നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഹിറ്റായിട്ടുള്ള, ഞങ്ങളുടെയൊക്കെ ബാല്യകാലത്ത്, ഞങ്ങളുടെയൊക്കെ ടീനേജ് കാലത്ത് ഏറെ ഞങ്ങളിങ്ങനെ പാടി പാടി പതിഞ്ഞുപോയ ചില ഗാനങ്ങളുണ്ട്. ആ ഗാനങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. നമ്മൾ പറയില്ലേ, പാടാത്ത ഗുരുവിയും പാടും. എനിക്ക് പാട്ടൊന്നും അറിഞ്ഞുകൂടാ. അപ്പം ആദ്യമേ ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ നല്ല രീതിയിൽ ഒരു ജാമ്യം എടുക്കുകയാണ്, മുൻകൂർ ജാമ്യം. എൻ്റെ പാട്ടിൻ്റെ ശ്രുതിയോ താളമോ ലയമോ ഒന്നും ശ്രദ്ധിക്കരുത്. അതിനകത്തുള്ള പര്യായം മാത്രമേ ശ്രദ്ധിക്കാവൂ. കാരണം പാട്ടിച്ചിരി ബോറാണ്, ബോറാണ്. പക്ഷേ അതിലെ പര്യായം നമുക്ക് എപ്പോഴും ഓർമ്മ നിൽക്കും. അപ്പം നമുക്ക് പോയാലോ? പാട്ടും പാടി പഠിക്കാം. കുറഞ്ഞതൊരു 25 പര്യായങ്ങൾ നമുക്ക് ചോദിച്ചിട്ടുള്ളത് കേരള PSC പരീക്ഷയുടെ PYQ ഒക്കെ ആയിരുന്ന എപ്പോഴും നമ്മൾ പാടി. ഇപ്പം നിങ്ങൾ ഈ ഒരു യുഗത്തിലാണ് ജീവിക്കുന്നതെങ്കിലും പഴയ പാട്ടുകൾ നമ്മളെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. കാരണം ലൈവ് ക്ലാസ്സൊക്കെ വരുന്ന സമയത്തെ അവരൊക്കെ ജനിക്കുന്നതിനും എത്രയോ വർഷം മുമ്പുള്ള പാട്ടുകളെക്കുറിച്ച് ഞാൻ ആ വരിയൊക്കെ പറയുമ്പോൾ അവരത് ബാക്കി ലൈൻ പറയുന്നുണ്ട്. അതായത് മരണമില്ല ആ വരികൾക്ക്. കവിയായിരുന്നു അന്നത്തെ എഴുത്തുകാരൊക്കെ. ഇൻസ്റ്റൻറ്റ് പാട്ടെഴുത്തുകാരല്ല, ശരിക്കുള്ള കവികൾ തന്നെയായിരുന്നു. അപ്പോൾ ആ കവി എന്നും കാലാനുവർത്തിയാണെന്ന് പറയും. കാലത്തിനപ്പുറം സഞ്ചരിക്കുന്ന ആളാണെന്ന് പറയും. യശശരീരനാണെന്ന് പറയും. എല്ലാ കാലവും നിലനിൽക്കുന്ന ആളാണ് കവി എന്ന് പറയും. അപ്പോൾ നമുക്ക് പോയാലോ? ഇനി ഒരല്പം വയലാറിനെയും ONV ഒക്കെ കണ്ട് അവരിലൂടെ നടന്ന് മനസ്സൊന്ന് കാൽപ്പനികമാക്കി വെച്ച് അർത്ഥം പഠിക്കാം. ഓക്കെ അല്ലേ? ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. സമീരൻ എന്ന പദം ഇപ്പോൾ ഫയർ വുമൺ പരീക്ഷയുടെ ചോദ്യമായിരുന്നു. 2024 ഫെബ്രുവരിയിൽ ചൂടോടെ നടന്ന പരീക്ഷ. അതായത് പ്രീവിയസ് ഇയർ എന്ന് പറയാൻ പറ്റൂല അല്ലേ? റീസെൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയാം, RAQ. ഇപ്പം തന്നെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു സമീരൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന്. ചിലരൊക്കെ തെറ്റിച്ചു, ചിലരൊക്കെ ശരിയാക്കി. നമുക്ക് ഈ പാട്ടൊന്ന് നോക്കിയാലോ? മന്ദസമീരനിൽ ഒഴുകി ഒഴുകിയെത്തും ഇന്ദ്രചാപം നീ. ഇവിടെ നമുക്ക് 2 പദങ്ങൾ എടുക്കാം. മന്ദസമീരൻ ആര്? ഇളം കാറ്റ്. ഈ മന്ദസമീരനെയാണ് നമ്മൾ മന്ദമാരുതൻ എന്നും പറയുന്നത്. അപ്പം ഇതെനിക്ക് തോന്നുന്നു ചട്ടക്കാരി എന്ന് പറയുന്ന സിനിമ, പണ്ടുള്ള ചട്ടക്കാരി എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. മന്ദസമീരനിൽ ഒഴുകി ഒഴുകിയെത്തും ഇന്ദ്രചാപം നീ. ഇന്ദ്രചാപം എന്താണ്? മഴവില്ലിൻ്റെ പര്യായമാണ് ഇന്ദ്രചാപം. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അപ്പം ചിലപ്പോൾ നമ്മൾ ഇന്ദ്രചാപം എന്ന് കേൾക്കുമ്പോൾ ഇന്ദ്രൻ്റെ വില്ലായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ ഇന്ദ്രൻ്റെ വില്ല് എന്താണ്? മഴവില്ലാണ്. അപ്പം മന്ദസമീരനിൽ ഒഴുകി ഒഴുകിയെത്തും ഇന്ദ്രചാപം നീ. അടുത്ത വരിയോ? മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഇന്ദുഗോപം നീ. അപ്പൊ ഇന്ദുഗോപവും എന്ത് തന്നെ? മഴവില്ലല്ല, മിന്നാമിനുങ്ങ്. കൊള്ളാം അല്ലേ? അപ്പൊ നോക്കി, ആ ഒരു 2 പാട്ടില് 3 പര്യായം. അതിൽ സമീരൻ നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യവും. അപ്പം സമീരൻ കാറ്റ്, മന്ദസമീരനോ ഇളം കാറ്റ്, മന്ദമാരുതൻ. ഇന്ദ്രചാപം മഴവില്ല്. ഇന്ദുഗോപം എന്താണ്? ഇന്ദുഗോപം എന്ന് പറഞ്ഞാൽ മിന്നാമിനുങ്ങാണ്. ഇന്ദുഗോപത്തിന് വേറൊരു പേര് കൂടിയുണ്ട്, തൈജസ കീടം. തൈജസ കീടം എന്ന് പറഞ്ഞാൽ എന്തു തന്നെ? ഇന്ദുഗോപം. അപ്പം ഇനി എങ്ങാനും രാത്രി വെളിയിൽ ഇറങ്ങിയിട്ടൊരു മിന്നാമിനിങ്ങിനെ കാണുവാണെങ്കിൽ പെട്ടെന്ന് പറയണം, ഷോ ഇന്ദുഗോപം നീ അല്ലേ? അതുപോലെ തന്നെ ഒരു മഴവില്ലെങ്ങാനും ആകാശത്ത് കാണുവാണെങ്കിൽ ഇന്ദ്രചാപം നീ അല്ലേ? ശരി, നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ ഒന്ന് കാറ്റടിച്ചു. ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ജനിച്ചപ്പോൾ മുതൽ പഠിച്ചു വെച്ചിട്ടുണ്ട്, കാറ്റ്, മഴവില്ല്, മിന്നാമിനുങ്ങ്. അതിനപ്പുറം വിട്ടൊരു കളി നമുക്കില്ല. ഇനി കാറ്റടിക്കുകയാണെങ്കിൽ മന്ദസമീരനിൽ. കേട്ടോ? അപ്പോൾ ഓക്കെ അല്ലേ? മന്ദസമീരൻ, ഇന്ദ്രചാപം, ഇന്ദുഗോപം. മന്ദസമീരൻ ഇളങ്കാറ്റ്, ഇന്ദ്രചാപം മഴവില്ല, ഇന്ദുഗോപം
മിന്നാമിനുങ്ങ്. ഈ മഴവില്ലിന് വേറൊരു പേര് കൂടിയുണ്ട്, ഇന്ദ്രധനുസ്. ഇന്ദ്രധനുസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രധനുസ് മഴവില്ലാണ്. ഇന്ദ്രധനുസല്ലേ ഇന്ദ്രചാപവും, അപ്പൊ മറക്കത്തില്ലല്ലോ. ഓക്കെ അല്ലേ? ഇനി മന്ദസമീരൻ, ഇളങ്കാറ്റ്. മന്ദമാരുതൻ, നമ്മൾ മന്ദമാരുതനൊക്കെ, മന്ദസമീരൻ നമുക്ക് അറിയില്ലായിരുന്നു. മന്ദസമീരൻ, ഇളങ്കാറ്റ്. അപ്പൊ മന്ദസമീരനിൽ ഇന്ദ്രചാപം, ഇന്ദുഗോപം. ഓക്കെ അല്ലേ? മന്ദസ്മിതം അറിയാമല്ലോ. മന്ദസ്മിതം എന്ന് പറഞ്ഞാൽ ചെറുപുഞ്ചിരി എന്നുള്ള അർത്ഥം. ഓക്കെ അല്ലേ? അടുത്ത മലയജഗന്ധം തഴുകും വാർമുടി ഇരുളിൽ തിങ്കൾ കലചൂടി സരളം ശ്രീപദ നടനം ചെയ്യുക. ഇതൊന്നും അല്ല ഇതിൻ്റെ ട്യൂണ്, പക്ഷെ ഞാൻ ചുമ്മാ പാട്ടായിട്ടങ്ങ് പാടി. മലയജഗന്ധം. എന്താണ് മലയജഗന്ധം? ചന്ദനത്തിൻ്റെ മണമുള്ള മലയജഗന്ധം തഴുകും വാർമുടി അല്ലേ? വാർമുടി, മനോഹരമായ മുടി. തഴുകുക, തടവുക. അപ്പൊ മലയജഗന്ധം വമിക്കുന്ന ആ മുടി ഇരുളിൽ തിങ്കൾ കലചൂടി. ശിവനെ കുറിച്ച് ശിവസ്തുതിയായിട്ട് തന്നെയുള്ള ഒരു സിനിമാ പാട്ട് തന്നെയാണ്. എനിക്ക് നക്ഷത്രങ്ങൾ എന്നെന്തോ പറയുന്ന ഒരു സിനിമയിൽ MG ശ്രീകുമാർ പാടിയ പാട്ടാണ്. മലയജഗന്ധം, ചന്ദനത്തിന്റെ സുഗന്ധത്തോടുകൂടി ആ സുഗന്ധം തഴുകുന്ന വാർമുടി ഇരുളിൽ തിങ്കൾ കലചൂടി. തിങ്കൾ അധികം നമ്മൾ പിരിക്കാൻ പറയുവാണെങ്കിൽ തിങ്കൾ അധികം കല അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് തിങ്കൾ കലയാണ് ശരിക്കുള്ള പ്രയോഗം. ചേർത്തെഴുതുമ്പോൾ എന്താവും? തിങ്കൾ കല എന്നാവും. തിങ്കൾ കല. സരളം ശ്രീപദ നടനം ചെയ്യുക. സരളം, നേർമയായി, സോഫ്റ്റായി, സരളം. അപ്പം മലയജഗന്ധം ചന്ദനഗന്ധം, തിങ്കൾ എന്താണ്? ചന്ദ്രനാണ്. സരളത്തിന്റെ വിപരീതം ചോദിച്ചാലോ? ഗഹനം. സരളം. അപ്പൊ ചെറുശ്ശേരിയുടെ ഭാഷ സരളമായിരുന്നു, എഴുത്തച്ഛൻ്റെ ഭാഷ ഗഹനമാണ്. കുറച്ച് ആഴത്തിലുള്ളതിനെ നമ്മൾ ഗഹനം എന്ന് പറയും. ശിവന്റെ താണ്ഡവമാണെങ്കിൽ അത് ഗഹനമാണ്, കുറച്ച് ആഴത്തിലുള്ള സ്റ്റെപ്പുകൾ, ചടുലതാളം എന്ന് പറയാം അല്ലേ? പക്ഷേ സരളമോ വളരെ എന്താ പറയുക, നമ്മൾ ഒരു മോഹിനിയാട്ടം രീതിയിൽ സരളമായി എന്നുള്ള അർത്ഥം. ഇപ്പൊ മലയജഗന്ധം, ചന്ദന സുഗന്ധം, ചന്ദനലേപ സുഗന്ധം. ഒന്ന് മാറ്റി പഠിക്കേ. മലയജലേപ സുഗന്ധം. പര്യായമൊക്കെ പഠിക്കുമ്പോൾ ഒന്ന് പാട്ടൊക്കെ പാടി, അപ്പം അങ്ങനെയൊക്കെ പഠിച്ചാൽ മറക്കത്തില്ല. അപ്പം ചന്ദനലേപമല്ല, മലയജലേപം ഒന്ന് അങ്ങ് പാടിയാൽ മതി. മലയജം. അതുപോലെ കളഭം തരാം ഭഗവാനൻ മനസ്സും തരാം. കളഭം ചന്ദനം അല്ലേ? കളഭത്തിന് ചന്ദനമെന്നും ആനയെന്നും അർത്ഥമുണ്ട്. സാഹചര്യത്തിനനുസരിച്ച് കളഭം തരാം ഭഗവാനൻ മനസ്സും തരാം എന്ന് പറഞ്ഞാൽ ചന്ദനം തരാം. ഇനി കളഭം ഇറങ്ങി കലക്കിയ കുളം എന്ന് പറയുകയാണെങ്കിൽ ആന എന്നുള്ളൊരു അർത്ഥത്തിലേക്ക് പോകും. സാഹചര്യം അനുസരിച്ച് മാറും. തിങ്കൾ ചന്ദ്രൻ, തിങ്കൾ ചന്ദ്രൻ. ഓക്കെ, തിങ്കൾ കല അതില്ലേ, ആ ചന്ദ്രന്റെ അടയാളം അത്. സരളം, വളരെ ശൃംഗാരമായി അല്ലെങ്കിൽ ലളിതമായി എന്നുള്ള അർത്ഥം. ശ്രീപദം, പദം, പദാവലി, പദം. കാലടി, കാലടി. അപ്പൊ ശ്രീപദം നടനം ചെയ്യുക. കാല് വെച്ചിട്ട് കാലടികളെയാണ് നമ്മൾ പദം എന്ന് പറയുന്നത്. പദയാത്ര എന്ന് കേട്ടിട്ടില്ലേ? കാൽനട യാത്രയായിട്ട് പോകുന്നതിനല്ലേ പദയാത്ര എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കൂ, നമുക്ക് ആ ഒരു 2 പാട്ടുകൾ, കവികൾ തന്ന 2 സിനിമാ പാട്ടുകളിലൂടെ നമുക്ക് 6 പര്യായമാണ്, 6 അർത്ഥമാണ് കിട്ടിയത്. കർണികാര തീരങ്ങൾ കഥകളിയുടെ പദമാടി, കർപ്പൂര കുളിർകാറ്റ് കളിവഞ്ചിപ്പാട്ടായി. നോക്കാം, കർണികാരം എന്താണ്? കർണികാരം പാട്ടെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ഇതെനിക്ക് തോന്നുന്നേ ഈ കർണികാര തീരങ്ങൾ ലളിതഗാനമാണെന്ന് തോന്നുന്നു. യെസ്, ലളിതഗാനമാണ്. കർണികാര തീരം, കർണികാരം കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം, നമ്മുടെ സംസ്ഥാന പുഷ്പം എന്നൊക്കെ അറിയുന്നതാണ് കണിക്കൊന്ന അല്ലേ? ഇപ്പൊ കണിക്കൊന്നയാണ് കർണികാരം എന്ന് പറയുന്നത്. ഇവിടുത്തെ പദം കാലടികളല്ല, ഇവിടെ എന്താണ്? അക്ഷരം എന്നുള്ള അർത്ഥം തന്നെ, അക്ഷരക്കൂട്ടം എന്നുള്ള അർത്ഥം. അപ്പൊ കർണികാര തീരങ്ങൾ കഥകളിയുടെ പദം, കഥകളിപ്പദം ആടി. കർപ്പൂര കുളിർകാറ്റ് കളിവഞ്ചിപ്പാട്ടായി. ഇപ്പൊ കർപ്പൂരം വീശുന്ന അല്ലെങ്കിൽ കർപ്പൂരത്തിന്റെ ഗന്ധമുള്ള കുളിർകാറ്റ് എന്നുള്ള അർത്ഥം. ഓക്കെ അല്ലേ? ഈ കുളിർകാറ്റ് തന്നെയാണ് നമ്മൾ നേരത്തെ പഠിച്ച മന്ദസമീരനും. ഓക്കെ, അപ്പൊ കർണികാരം, കണിക്കൊന്ന. കണിക്കൊന്നയെ വിഷയമാക്കിക്കൊണ്ട് 2 പ്രശസ്ത കവിതകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒന്ന് അയ്യപ്പ പണിക്കരുടെ
പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. അയ്യപ്പ പണിക്കരുടെ ഒരു കവിത, SCERT ഫാക്ട് കൂടിയാണ് അല്ലേ. അയ്യപ്പ പണിക്കരുടെ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ, കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ. പല നിറങ്ങളിൽ പൂക്കാൻ എനിക്കാവില്ല, ഞാൻ കണിക്കൊന്നയാണ്, എനിക്ക് ഒരു നിറമേയുള്ളൂ, എൻ്റെ നിറം മഞ്ഞ നിറം, പക്ഷെ ഞാൻ പൂക്കും. പൂക്കാതിരിക്കാൻ എനിക്കാവില്ല, ഇത് കണിക്കൊന്നയല്ലേ അല്ലേ. മാത്രമല്ല ഇത് വിഷുക്കാലമല്ലേ, വിഷുക്കാലം കണിക്കൊന്ന പൂക്കേണ്ട സമയമാണ് എന്നൊക്കെ പറഞ്ഞ മനോഹരമായൊരു കവിതയാണ് അയ്യപ്പ പണിക്കരുടെ കണിക്കൊന്ന. പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. കണിക്കൊന്നയെ തന്നെ വിഷയമാക്കിക്കൊണ്ട് വൈലോപ്പിള്ളിയും കവിത എഴുതിയിട്ടുണ്ട്. വൈലോപ്പിള്ളി കവിത ഏതാണ് വൈലോപ്പിള്ളിയുടേത്? ഏതു ധൂസര സങ്കൽപ്പങ്ങളിൽ വളർന്നാലും, ഏതു യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും, മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കുന്നപ്പൂവും. യെസ്, വിഷുക്കണി എന്ന കവിതയിൽ അല്ലേ, നമ്മൾ ഏത് ആധുനിക ലോകത്തിൽ ജീവിച്ചാലും വളർന്നാലും പുലർന്നാലും മനസ്സിൽ ഗ്രാമത്തിൻ്റെ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂവും ഒക്കെ നമ്മുടെ മനസ്സിൽ. ഗൃഹാതുരത്വം എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കണം, വന്ന വഴികൾ മറക്കരുത് തുടങ്ങിയ കാര്യങ്ങളാണ് വിഷുക്കണി എന്ന കവിതയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ കണിക്കൊന്നയാണ് കർണികാര പുഷ്പങ്ങൾ, കണിക്കൊന്ന പൂക്കളെയാണ് കർണികാര പുഷ്പങ്ങൾ എന്ന് കവി പറഞ്ഞത്. രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ, പനിനീർ സൂനം കവിളിൽ പേറും ഷാരോണിൻ. 3 പര്യായം. രാജീവം എന്താണ്? താമര. രാജീവം കമലദളം കവിളിൽ, അങ്ങനെ എന്തോ അല്ലേ, കരിമിഴിയിൽ കമലദളം, അതോടെ ഓർക്കാം. അപ്പൊ കമലദളം എന്ന് പറഞ്ഞാൽ എന്താ? താമര ഇതളാണ്. രാജീവവും താമര തന്നെ. അപ്പൊ അവളുടെ കണ്ണില് രാജീവം വിടരും എന്നാണ് കവി പറഞ്ഞത്. മിഴി, കണ്ണ് നമുക്കറിയാം അല്ലെ, ലോചനം, മിഴി, അക്ഷി, ചക്ഷുസ് ഒക്കെ കണ്ണ് തന്നെ. കണ്ണിന്റെ മറ്റൊരു പര്യായം എന്താണ്? ചക്ഷുസ്. ചക്ഷുസ് ചക്ഷുസ് കണ്ണാണ്, മിഴി കണ്ണാണ്. അപ്പൊ അതുപോലെ രാജീവം വിടരും, അവളുടെ കണ്ണിൽ താമരപ്പൂക്കൾ വിടരും. കാശ്മീരം ഉതിരും നിൻ ചൊടിയിൽ. ചൊടി എന്താണ്? ചുണ്ട്. കാശ്മീരം എന്താണ്? കുങ്കുമം. അപ്പൊ കുങ്കുമപ്പൂവിന്റെ നിറം ചുവപ്പല്ലേ? പിന്നെ അപ്പൊ ചുവപ്പായിരിക്കണ്ടേ ചുണ്ട്. ചുണ്ടിന് ചുവപ്പ് എന്ന് പറയുന്ന ഒരു എന്താ സൗന്ദര്യ ലക്ഷണമല്ലേ. അപ്പോൾ കാശ്മീരം ഉതിരും നിൻ ചൊടിയിൽ, അങ്ങനെ സുന്ദരി ലക്ഷണം കാശ്മീരം ചുവപ്പാകണമെന്ന് പറയുന്നതുകൊണ്ട്, ചുവപ്പല്ലാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ വാരി തേക്കുന്നത്. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും കാശ്മീരം ഉതിരണം ചൊടിയിൽ, അതുകൊണ്ട് ലിപ്സ്റ്റിക് വാരി തേക്കും. എന്നിട്ടോ പനിനീർ സൂനം കവിളിൽ പേറും ഷാരോണിൻ. ഷാരോൺ താഴ്വര എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ജെറുസലേമാണെന്ന് തോന്നുന്നു. കാര്യം അറിയാവുന്നവർ ക്ഷമി. അപ്പോൾ ഈ ബിബ്ലിക്കലായിട്ടുള്ളൊരു വേർഡാണ് ഷാരോൺ എന്ന് പറയുന്നത്. ഷാരോൺ താഴ്വര. എനിക്ക് തോന്നുന്നു ഒത്തിരി പൂക്കളൊക്കെ ഉള്ള താഴ്വര ആവാം. അപ്പൊ പനിനീർ സൂനം, സൂനം പൂവ്, രാജീവം താമര, കാശ്മീരം കുങ്കുമം, സൂനം പൂവ്. അപ്പോൾ ഈ സുന്ദരിക്ക് നാണം വരുമ്പോൾ കവിളുകൾ തുടുക്കുമല്ലോ. അപ്പോൾ നോക്കൂ, 3 വരികളിലൂടെ ഒരു സുന്ദരി വർണ്ണിച്ചിരിക്കുക. കണ്ണിൽ താമര, രാജീവം, കാശ്മീരം കുങ്കുമം ചുണ്ടില്, പിന്നെയോ നാണം വന്ന് ചുവന്നു തൊടുത്തപ്പോ പനിനീർ സൂനം പോലെയായി കവിള്. പനിനീർ സൂനം കവിളിൽ പേറും ഷാരോണിൻ അല്ലേ. ഇപ്പൊ പനിനീർ സൂനം, സൂനം സൂനം പൂവ്. സാനു, ഹിമാലയ സാനു. അപ്പൊ നമുക്ക് ഈ ജോലി കിട്ടിയില്ലേ, നമ്മൾ ഹിമാലയ സാനുക്കളിൽ പോയി തപസ്സിരുന്ന് കളയും. അതുകൊണ്ട് മര്യാദയ്ക്ക് പഠിച്ച് ജോലി വാങ്ങണം. സാനു താഴ്വര. ഇനി സൂനു പുത്രൻ. സൂനു ആരാ? പുത്രൻ. അപ്പൊ സൂനം പൂവ്, സാനു താഴ്വര, സൂനു പുത്രൻ. സൂനു, സാനു, സൂനം. നീ എൻ്റെ സൂനുവല്ലേ, നീ എൻ്റെ സൂനമല്ലേ, നീ എൻ്റെ പുത്രനല്ലേ, നീ എൻ്റെ പൂവല്ലേ. നിന്നെ ഞാൻ ജോലി കിട്ടിയാൽ ഹിമാലയ സാനുക്കളിൽ കൊണ്ടുപോവാം. ഓഫറാണ്. സൂനു, സാനു, സൂനം. ഓക്കെ അല്ലേ? സെറ്റല്ലേ? യെസ്. അടുത്തതിന് പോവാം.
എനിക്ക് തോന്നുന്നത് അനശ്വരം എന്ന് പറയുന്ന സിനിമയാണെന്ന് തോന്നുന്നു. എന്തായാലും സിനിമ ഏതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കില്ല, ഇതിലെ അർത്ഥം മാത്രം മതി നമുക്ക്. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ നവമേഘമേ കുളിർ കൊണ്ടുവാ. വേറെ ഏതോ പാട്ടിലോട്ട് കയറി പോകുന്നുണ്ട്, അതൊക്കെ ക്ഷമിയട്ടാ. അപ്പൊ താരാപഥം എന്ന് പറഞ്ഞാൽ എന്താണ്? നക്ഷത്രക്കൂട്ടം. പഥം എന്ന പദത്തിന് കൂട്ടം എന്നും വഴി എന്നും അർത്ഥമുണ്ട്. അപ്പോൾ കൂട്ടം എന്നും വഴി എന്നും അർത്ഥമുള്ള പദമാണ് പഥം. അപ്പോൾ ഭൂമിയുടെ ഭ്രമണപഥം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് കറങ്ങാനുള്ള വഴി. താരാപഥം എന്ന് പറഞ്ഞാലോ കൂട്ടം. ചേതോഹരം. ചേതോഹരം എന്ന പദത്തിന്റെ അർത്ഥം ചേതസ്സിന് ഹരമായിട്ടുള്ളത്. ചേതസ് മനസ്സ്, മനസ്സിന് ഹരം നൽകുന്നതാണ് ചേതോഹരം. അപ്പൊ താരാപഥം ചേതോഹരം അല്ലേ? നക്ഷത്രക്കൂട്ടം എത്ര മനോഹരം. പ്രേമാമൃതം പെയ്യുന്നിതാ. പ്രേമാമൃതം, പ്രേമമാകുന്ന അമൃതം. ഇപ്പൊ പ്രേമാമൃതം എന്ന പദം വിഗ്രഹിക്കാൻ പറഞ്ഞാലോ പ്രേമമാകുന്ന അമൃതം. അമൃതത്തിന് തേൻ എന്നുകൂടി ഒരർത്ഥം ഉണ്ട്. അപ്പൊ പ്രേമാമൃതം പിരിക്കാൻ പറഞ്ഞാൽ പ്രേമ അധികം അമൃതം. കാരണം ദീർഘിക്കുന്നുണ്ടല്ലോ. പ്രേമം അമൃതം ആയിരുന്നുവെങ്കിൽ പ്രേമമൃതം ആയേനെ. അതുകൊണ്ട് പ്രേമ അധികം അമൃതം എന്ന് പിരിച്ചാൽ മതി. സവർണ ദീർഘം. ഇവിടെയും ഒരായുണ്ട്, പ്ലസ് ഇവിടെയും ഒരായുണ്ട്. ചേർത്തെഴുതുമ്പോൾ പ്രേമാമൃതം എന്നാവും. പ്രേമമാകുന്ന അമൃതം. പ്രേമം സ്നേഹം. ഇനി എന്താണ് നവമേഘം എന്ന് നോക്കാം. നവമേഘം എന്താണ്? നവമേഘം, നവമേഘം എന്താണ്? നവമേഘം, നവം എന്ന പദത്തിന് രണ്ടർത്ഥമുണ്ട്. നവമേഘം രണ്ടർത്ഥം. അതായത് ഒന്ന് പുതിയത്, നവം, പുതിയ മേഘമേ. അത് ഒന്ന് നവത്തിന് 9 നവരത്നങ്ങൾ, നവരസങ്ങൾ. അപ്പോൾ 9 എന്നും പുതിയതെന്നും അർത്ഥമുള്ള പദമാണ് നവം. അപ്പൊ ഇവിടെ താരാപഥം നക്ഷത്രക്കൂട്ടം, ചേതോഹരം മനോഹരം, നവത്തിന് പുതിയതെന്നും 9 എന്നും അർത്ഥമുണ്ട്. ഇപ്പൊ 2 വരികളിലൂടെ 3 അർത്ഥമാണ് നമുക്ക് കിട്ടിയത്. കവികളെ നമിക്കണം അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളൊന്നും അവർ കവിതകളിൽ ഉപയോഗിച്ചിട്ടില്ലല്ലോ. ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ, നമ്രശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ആരെയും ഭാവഗായകനാക്കുന്ന ആത്മസൗന്ദര്യം, അതൊക്കെ നമ്മൾ സമ്മതിച്ചു. എന്താ ഈ നമ്രശീർഷരായിട്ട് നിൽക്കുന്ന കമ്ര നക്ഷത്ര കന്യകൾ? നമ്രം കുനിഞ്ഞത്, കമ്രം കൂട്ടം. ഓക്കെ അല്ലേ? അപ്പൊ നമ്രം എന്ന പദത്തിന്റെ വിപരീതം ചോദിക്കും പരീക്ഷയ്ക്ക്. ഉന്നമ്രം. നമ്രത്തിന്റെ വിപരീതം എന്താ? ഉന്നമ്രം. ഉയർന്ന ശിരസോട് കൂടിയതോ ഉന്നമ്ര ശീർഷർ, നമ്ര ശിരസ്കർ. ഈ ഏതൊരു പെൺകുട്ടിയാണല്ലോ ഇതിനകത്ത് വർണ്ണിക്കുന്നത്. ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ആരെയും ഭാവഗായകനൊക്കെ ആക്കുന്ന ആത്മസൗന്ദര്യമാണ്. അപ്പം അവളുടെ സൗന്ദര്യം കണ്ടിട്ട് നക്ഷത്രക്കൂട്ടങ്ങൾ നാണിച്ച് തലതാഴ്ത്തി എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. നമ്മൾ എഴുതിയിരുന്നെങ്കിൽ എഴുതിയനെ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണ് നീ, നിന്റെ സൗന്ദര്യം കണ്ടിട്ട് ശിരസ് കുനിച്ച് നിൽക്കുകയാണ് നക്ഷത്രക്കൂട്ടങ്ങൾ പോലും. പക്ഷെ അത് ഇത്രയും ഭംഗി കിട്ടത്തില്ല. നമ്ര ശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ അല്ലേ? അപ്പം നമ്ര ശീർഷർ തലകുനിച്ച് നിൽക്കുന്നവർ, കമ്ര നക്ഷത്രം നക്ഷത്രക്കൂട്ടം. കണ്ടില്ലേ? നമ്ര ശീർഷരായി കുനിഞ്ഞ ശിരസുകൾ, കമ്ര നക്ഷത്ര കന്യകൾ നക്ഷത്രക്കൂട്ടങ്ങളായ സുന്ദരി. അവിടെ കന്യകൾ എന്ന് പറഞ്ഞത് കവി ഒരു ഉദ്ദേശത്തോടെ തന്നെയാണ്. ഈ സുന്ദരിമാർക്കല്ല, പെണ്ണുങ്ങൾക്കല്ല പെണ്ണുങ്ങളെ കാണുമ്പോൾ അസൂയ വരുന്നത്. നക്ഷത്രക്കുട്ടന്മാരെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നക്ഷത്രക്കുട്ടന്മാർക്ക് അസൂയ എന്ന് വരത്തില്ല. അവർ നാണിച്ച് തല താഴ്ത്തൊന്നുമില്ല. അവർ ആ ആത്മസൗന്ദര്യത്തെ വെറുതെ ഒന്ന് നോക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നക്ഷത്ര കന്യകളായതുകൊണ്ട് തന്നെ അവർ നാണിച്ച് എന്ത് ചെയ്തു? തല താഴ്ത്തി. നമ്ര ശീർഷ കമ്ര നക്ഷത്രം. ഓർത്തോണേ. ആ പാട്ടങ്ങ് ഓർക്കുമ്പോൾ കിട്ടും. നമ്രം കുനിഞ്ഞത്, ആ പെണ്ണിന്റെ സൗന്ദര്യം കണ്ടിട്ട് കുനിഞ്ഞ ശിരസോട് കൂടിയത്. അപ്പം ആ ലോജിക്കലി നമുക്ക് നമ്രം പദം എന്താ അർത്ഥം എന്ന് ചോദിച്ചാൽ വരും. ഓ, തല കുനിച്ചു അല്ലേ? അസൂയ കൊണ്ടോ നാണം കൊണ്ടോ ഒക്കെ അവരെന്ത് ചെയ്തു? തല കുനിച്ചു. ആര്? കമ്ര നക്ഷത്രം. ആ കമ്രം എന്ന പദം ചോദിക്കുകയാണെങ്കിലും പെട്ടെന്ന് ഓർമ്മ വരും. നക്ഷത്ര കൂട്ടങ്ങളല്ലേ തലകുനിച്ചത്. ഇനി നമ്രത്തിന്റെ വിപരീതം. ഇനി ആ സുന്ദരി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ കമ്ര നക്ഷത്രം ഉന്നമ്രമാവും. ഉന്നമ്രം ഉയർന്ന ശിരസ്. ഓക്കെ അല്ലേ?
അടുത്ത് നോക്കണേ. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയപ്രവാഹമായി വന്നു. ഹിമശൈലം, ഹിമം എന്താണ്? മഞ്ഞ്. സൈകതം പീവയ്ക്കു അല്ലേ? സൈകതം എന്താ? മണൽത്തിട്ട. ഈ ഹിമാലയ ഹിമാലയത്തിലെ മഞ്ഞുതരികൾ ഇങ്ങനെ അടിഞ്ഞുകൂടി തിട്ടയായി കിടപ്പുണ്ട്. അതിനെയാണ് സൈകതം എന്ന് പറയുന്നത്. അപ്പൊ ഹിമശൈല സൈകത ഭൂമി. ഹിമശൈലം ഹിമാലയ പർവ്വതം, ശൈലം പർവ്വതം. അവിടെ നിന്ന് പ്രണയപ്രവാഹമായി വന്നു. അതിഗൂഢ സുസ്മിതമുള്ളിലോതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. പാർവതി ദേവി ശിവന് തപസ്സനുഷ്ഠിക്കുന്ന ഭാഗം കുമാരസംഭവത്തിലെ വരികളാണ് ഇവിടെ സിനിമയിൽ. ഈ ഹിമശൈല സൈകത ഭൂമിയിൽ നിന്ന് പിന്നെ പാർവതി ഇങ്ങനെ യുഗയുഗാന്തരങ്ങളായി ശിവനെ തപസ്സനുഷ്ഠിക്കല്ലേ. അപ്പോൾ ആദ്യമായിട്ടൊരു മഴ പെയ്യുമ്പോൾ ആ മഴത്തുള്ളി വന്ന് പാർവതിയുടെ ശിരസിൽ വീണിട്ട് അത് പ്രഥമോദ ബിന്ദുവായി വരുന്ന ആ കഥ, അതാണ് കുമാരസംഭവം തുടങ്ങുന്നിടത്ത് തന്നെ ആ വർണ്ണനയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് കവി വർണ്ണിക്കുന്നത്. ഗൂഢം എന്ന പദം പീവയ്ക്കുമായിരുന്നു കേട്ടോ. ഗൂഢം, ദേ പദശുദ്ധി പീവയ്ക്കുമാണ്. ഇപ്പൊ ഗൂഢം എന്ന് എഴുതുമ്പോൾ കണ്ടോ, അതിഗൂഢം എന്ന് ഉച്ചരിക്കരുത്. അതിഗൂഢ സുസ്മിത, ഗൂഢം ഠം പറയുമ്പോൾ ഒരു പ്രകമ്പനം വരട്ടെ കണ്ഠനാളത്തിൽ. അപ്പൊ അതിഗൂഢം, ഗൂഢം, സുസ്മിതം ചിരിയോടുകൂടി. പ്രഥമം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താ? പ്രഥമം, പ്രഥമം, ഒന്നാമത് എന്നുള്ള അർത്ഥം അല്ലേ. അപ്പോൾ ആ പാട്ടിലൊക്കെ നമുക്ക് കിട്ടി. കൈക്കുടന്ന് എങ്ങനെയാ പിരിക്കുന്നത്? കൈ അധികം കുടന്ന കൈക്കുടന്ന, ദ്വിത്വസന്ധി അല്ലേ. നീലാഞ്ജന തീർത്ഥമായി. അടുത്ത വരി നോക്കാം. പുരുഷാന്തരങ്ങളെ കോൾമയിർ കൊള്ളിക്കും പീയൂഷവാഹിനിയായി. പുരുഷാന്തരം എന്താണ്? ജീവിത ദശകളാണ്. ഒരു മനുഷ്യൻ, ഒരു പുരുഷനായാലും സ്ത്രീ ആയാലും ജനിച്ചാൽ 4 ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. ബാല്യ, കൗമാര, യൗവന ദശകളിൽ ബ്രഹ്മചര്യം. അത് കഴിഞ്ഞ് യുവാവാകുമ്പോൾ, യൗവനാവസ്ഥയിലേക്ക് കടക്കുമ്പോൾ, അത് കഴിഞ്ഞ് യൗവനാവസ്ഥ, ബാല്യ, കൗമാര, യൗവനം അവസ്ഥ കഴിയുമ്പോഴേക്കും, യൗവനത്തിൽ നിൽക്കുമ്പോൾ തന്നെ അയാൾ ഗാർഹസ്ഥ്യത്തിലേക്ക് പോകും. ബ്രഹ്മചര്യമായി, പിന്നെന്താണ്, ഗാർഹസ്ഥ്യമായി. അത് കഴിഞ്ഞ് ഈ ഒരു പ്രായമൊക്കെ ആകുന്ന സമയത്ത് വാനപ്രസ്ഥം, ഈശ്വരനെ തേടിയുള്ള അലച്ചിലാണ്. അവസാനം സന്യാസം, ഈശ്വരനിലേക്ക് ലയിക്കുന്നതാണ് സന്യാസം. എല്ലാവരും 4 ഘട്ടങ്ങൾ താണ്ടുന്നില്ല. ചിലർ ബ്രഹ്മചാരിയായി തന്നെ ജീവിച്ച് മരിക്കുന്നില്ലേ. ബ്രഹ്മചാരിയിൽ നിന്ന് സന്യാസത്തിലേക്ക് പോകുന്നവരില്ലേ, ഗാർഹസ്ഥ്യം സ്കിപ്പ് ചെയ്യുന്നവരില്ലേ. അതൊക്കെ അവരവരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. ഇനി ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗാർഹസ്ഥ്യമായി അങ്ങനെ അങ്ങ് ഈശ്വരനിലൊന്നും തേട്ടമില്ലാതെ അങ്ങനെ അങ്ങോട്ടൊന്നും പോകാതെ അവിടെ മരിക്കണവരില്ലേ. ഇനി ഈ 4 ഘട്ടങ്ങളും പൂർത്തിയാക്കുന്നവരുണ്ട്. അപ്പം ഇതിനെയാണ് പുരുഷാന്തരം എന്ന് പറയുന്നത്. സ്ത്രീക്കുള്ള ദശയായാലും പുരുഷാന്തരം എന്ന് തന്നെയാണ് പറയുന്നത്, സ്ത്രീ അന്തരം എന്ന് പറയാറില്ല. അപ്പോൾ അതിനെയാണ് പുരുഷാന്തരങ്ങളെ കോൾമയിർ കൊള്ളിക്കുക. ജീവിത ദശകളെ പോലും കോൾമയിർ കൊള്ളിക്കുക. കോൾമയിർ കൊള്ളിക്കുക, രോമാഞ്ചം കൊള്ളിക്കുന്ന പീയൂഷവാഹിനി. വാഹിനി നദി. വാഹിനി ആരുടെ പര്യായമാണ്? നദിയാണ് അല്ലേ. പീയൂഷം അമൃത് എന്നോ തേനെന്നോ പറയാം. തേനെന്നോ അമൃതെന്നോ അർത്ഥമുള്ള പദമാണ് എന്താ? പീയൂഷം. അപ്പം തേൻ, അമൃത്, അത് രണ്ടും പീയൂഷം തന്നെ. അപ്പോൾ വയലാറല്ല, ഇതൊരു SD രാജേന്ദ്രൻ എന്ന് പറയുന്ന ആൾ രചിച്ചതാണ് ഈ ഒരു വരികൾ. എനിക്ക് ഓർമ്മയുണ്ട്, വയലാറിൻ്റെ വരികളല്ല. അപ്പോൾ ഹിമശൈലം, ശൈലം പർവ്വതം. അതുപോലെ തന്നെ നമ്മൾ പിന്നെ പഠിച്ച, അപ്പോൾ ശൈലമൊക്കെ സൈകതമാണ് പ്രധാനം. പീവയ്ക്കുമായിരുന്നു മണൽത്തിട്ട, ഹിമശൈല സൈകതം. അപ്പോൾ ഓർക്കണം ഈ പാട്ടൊക്കെ മനസ്സിൽ. സൈകതം ചോദിക്കുമ്പോൾ ഗുർവി പറഞ്ഞിരുന്നു എന്താണ്, ഹിമാലയ പർവ്വതത്തിലെ മണൽത്തിട്ടകളിൽ നിന്ന് പാർവതി തപസ്സനുഷ്ഠിക്കുന്നത്. മണൽത്തിട്ട എന്ന് പറയുന്നതേ ഹിമാലയ പർവ്വതത്തിൽ എവിടെ മണല് എന്ന് ചോദിക്കരുത്. അത് ഹിമങ്ങളുടെ ഒരു തിട്ടയായിട്ട് കണക്കാക്കൂ. ഹിമമഞ്ഞ്. എന്നിട്ട് തീർത്ഥം 2 അർത്ഥമുണ്ട് തീർത്ഥം എന്ന പദത്തിനെ. ഒന്ന് പുണ്യ ജലം എന്നുള്ള ഒരർത്ഥമുണ്ട്. ഇപ്പോൾ ഗംഗയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന തീർത്ഥമാണ്, അതുകൊണ്ടാണ് ഗംഗാ തീർത്ഥം എന്ന് പറയുന്നത്, പുണ്യജലം. പിന്നെ പുണ്യഘട്ടത്തിനും പറയും. നമ്മൾ കൈലാസയാത്രയൊക്കെ ചെയ്യുമ്പോൾ ഓരോ ഘട്ടങ്ങളായിട്ട് ബദരിനാഥ്, കേദാർനാഥ്, അതെല്ലാം പുണ്യഘട്ടങ്ങളായി തീർത്ഥഘട്ടങ്ങളെന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, വാരണാസിയൊക്കെ തീർത്ഥഘട്ടങ്ങളാണ്. പുണ്യസ്ഥലങ്ങളെയും തീർത്ഥമെന്ന് പറയാറുണ്ട്.
പുരുഷാന്തരങ്ങൾ മനസ്സിലായി. പീയൂഷം അമൃത, വാഹിനി നദി. അങ്ങനെ ജന്മാന്തരങ്ങളെ പോലും രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു തേനിൻ്റെ നദിയായി, അമൃതത്തിൻ്റെ നദിയായി നീ വരൂ എന്നൊക്കെയാണ് പറയുന്നത്. പാർവതി ദേവിയുടെ അവിടെ വീഴുന്ന ആ വെള്ളം, തപസ്സനുഷ്ഠിക്കുന്ന പാർവതി ദേവിയുടെ ശിരസിൽ വീണ് ഒഴുകുന്ന വെള്ളം ഒരു തീർത്ഥമായി നീങ്ങി വരൂ. ഇത്ര മനോഹരമായ സങ്കല്പമാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് നമുക്ക് ഓർമ്മ വരും ഈ സൈകതവും പുരുഷാന്തരവും പീയൂഷവും ഗൂഢവും ഒക്കെ. ഇതൊക്കെ തന്നെയാണ് നമുക്ക് പഠിക്കുന്നത് നമ്മുടെ പദങ്ങൾ. ഇത് നമ്മളൊരു എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ട് ബോറിംഗ് ആയിട്ട് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കില്ല. ഈ വരികളിലൂടെ ഒന്ന് കടന്നു പോയാൽ കിട്ടും. അടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ വരുന്നുണ്ട്. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീജികൾ, പുഞ്ചിരിക്കൊരു പൂച്ചെണ്ടു തന്നു പുഷ്യരാഗമരീചികൾ. രണ്ടും വയ്ക്കൂ. നോക്കൂ. അപ്പൊ വീജി കിരണം. അപ്പോൾ അരുണവീജി എന്ന് പറയും, സൂര്യൻ്റെ കിരണം. വീജിക്ക് ഓളമെന്നും അർത്ഥമുണ്ട്. വീജിക്ക് ഓളം, നദിയിലെ ഓളങ്ങളില്ലേ, ആ ഓളമെന്നും കിരണം, റേസ് എന്നും അർത്ഥമുണ്ട്. ഒപ്പം മരീചി എന്നും പറയും കിരണത്തിന്. മരീചി. ഭാനുമരീചി എന്ന് പറഞ്ഞാൽ സൂര്യരശ്മി എന്നാണ് അർത്ഥം. ഭാനുമരീചി. അപ്പോൾ കണ്ടോ, ആ കവി എഴുതിയത് ഏത് കവിയാന്ന് അറിയത്തില്ലേ, സോറി. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു നീലസാഗര വീജികൾ. ആ വീജി നമ്മൾ അർത്ഥം എടുക്കേണ്ടത് ഓളം എന്നാ. നിന്റെ കണ്ണില് സാഗരത്തിന്റെ ഓളം, പുഞ്ചിരിക്കൊരു പൂച്ചണ്ട് തന്നു പുഷ്യരാഗമരീചി. ആവിസ്റ്റ്, അതായത് അവളുടെ പുഞ്ചിരി കണ്ടാലേ നവരത്നങ്ങളിൽ ഏറ്റവും പവറുള്ള, ഏറ്റവും ഭംഗിയുള്ള രത്നമാണ് പുഷ്യരാഗം. പഠിപ്പിക്കുന്നത് ഇതിന് ദേവഗുരുവായ ബൃഹസ്പതിയുടെ വൈഡൂര്യം, അല്ലെങ്കിൽ ബൃഹസ്പതിയുടെ പേരിൽ അറിയപ്പെടുന്ന വൈഡൂര്യമാണ് പുഷ്യരാഗം എന്ന് പറയുന്നത്. ഗുരുക്കന്മാരത് കയ്യിലണിയണമെന്നും വിദ്യ അഭ്യസിക്കുന്നവർ പുഷ്യരാഗ കല്ലുകൊണ്ട് മോതിരം ചെയ്യണമെന്നൊക്കെ പറയും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുഷ്യരാഗ വൈഡൂര്യം ഒന്നും വാങ്ങി അണിയാൻ നമ്മളെ കയ്യിൽ കാശുണ്ടാവില്ല. ജോലി കിട്ടട്ടെ, നമുക്ക് ജോലി കിട്ടി കഴിയുമ്പോൾ ഒരു പുഷ്യരാഗമൊക്കെ വാങ്ങി കയ്യിൽ അണിഞ്ഞിട്ട് ഹയർ സ്റ്റഡിക്ക് പോവാം. എൻ്റെ കയ്യിൽ പുഷ്യരാഗമൊന്നുമില്ല, ഒരു രാഗമില്ല. അപ്പോൾ പുഷ്യരാഗം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എനർജി വരും അത്ര. നോക്കട്ടെ, പറ്റുമെങ്കിൽ ഒരു പുഷ്യരാഗം വാങ്ങി കയ്യിലിടാം. അപ്പോൾ പുഷ്യരാഗം എന്ന് പറയുന്നത് വൈഡൂര്യക്കല്ലാണ്. നവരത്നങ്ങളിൽ ഏറ്റവും പവറുള്ള, ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള, വജ്രത്തിൻ്റെ പ്രത്യേകത അതല്ലേ, ഹാർഡസ്റ്റ് അല്ലേ. അപ്പോൾ അത്രയും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഇത് പുഷ്യരാഗമാണ്. അപ്പം നിൻ്റെ പുഞ്ചിരി അത്രയും, പുഞ്ചിരിയുടെ ആ പുഷ്യരാഗം ഞാൻ പറഞ്ഞില്ലേ, തിളക്കം വളരെ കൂടുതലാണ്. അപ്പോൾ അവളുടെ പുഞ്ചിരി പുഷ്യരാഗത്തിന് മരീചിയായിട്ട്, മരീചി എന്താണ്, കിരണം അല്ലേ. യെസ്. അപ്പോൾ കവിയുടെ കൽപ്പന പോയത് അതാണ്. ആദ്യത്തെ വീജിക്ക് ഓളം എന്നുള്ള അർത്ഥം, മരീചിക്ക് ഇവിടെ കിരണം എന്നുള്ള അർത്ഥം, അതായത് പുഷ്യരാഗത്തിൻ്റെ മരീചി എന്നുള്ള അർത്ഥം. ഓക്കെ അല്ലേ. അടുത്ത വരി നോക്കിയേ. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം. ഈ പാട്ട് കേൾക്കുമ്പോഴേയും വയലാറിൻ്റെ വരികളാണ്. നമ്മുടെ PT തോമസ് ഇല്ലേ, രാഷ്ട്രീയ കോൺഗ്രസ്സിലൊക്കെ ഉണ്ടായിരുന്ന ആൾ. അതെ, ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് ഒരാവശ്യമാണ് തൻ്റെ അണികളോട്, അല്ലെങ്കിൽ തൻ്റെ അത്രയും അടുപ്പമുള്ളവരോട് പറഞ്ഞിരുന്നത്. ഞാൻ മരിക്കുന്ന സമയത്ത് വളരെ ശബ്ദം കുറച്ച് എന്നെ ഈ പാട്ട് കേൾപ്പിക്കണം. ഈ ഹാർട്ടിന് എന്തൊക്കെയോ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം മരിച്ചിട്ട് ആ ബോഡി കൊണ്ടുപോകുന്ന സമയത്തും മരണസമയത്തൊക്കെ ഈ പാട്ട് അന്ന് മുഴുവനും മുഴങ്ങി കേട്ടിരുന്നു. വയലാറിൻ്റെ ഈ വരികൾ. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം. മനോഹരമായ കാവ്യകൽപ്പനയാണ്. വയലാറും ONVയും കൂടി ഒരുമിച്ച ഒരു സന്ദർഭത്തിൽ, ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിരിക്കുന്ന സമയത്തിൽ എഴുതപ്പെട്ട ഒരു കവിതയാണ്, സിനിമ പാട്ടാണിത്. ONVയോട് ഒരു കവിത എഴുതാൻ ആവശ്യപ്പെട്ടു. പക്ഷെ കോവളത്ത് കടൽ തീരത്ത് വെച്ചിട്ട് നല്ല നിലാവുള്ള രാത്രിയിൽ ചന്ദ്രകളഭം, നിലാവ് അല്ലേ, ചന്ദ്രകളഭം നിലാവ്, ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം. ചന്ദ്രൻ്റെ നിലാവ് കണ്ടിട്ട് അത് ചന്ദ്രന് ചന്ദനം ചാർത്തിയതുപോലെ ഇരിക്കുകയാണ്. ചന്ദന നിറമല്ലേ നിലാവിന്. ഇപ്പം കണ്ണന് കളഭച്ചാർത്തെന്ന് പറഞ്ഞാൽ എന്താ, കണ്ണനെ കളഭം ചന്ദനം കൊണ്ട് അണിയിച്ചൊരുക്കലാണ് അല്ലേ. അപ്പം ചന്ദ്രകളഭം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്, നിലാവ്, ചാർത്തി ഉറങ്ങുന്ന തീരം. ഇന്ദ്രധനുസ് നമ്മൾ പഠിച്ചു, മഴവില്ല്. മഴവില്ല് കണ്ടപ്പോഴത്തേക്ക് ആ മഴവില്ലിൻ്റെ തൂവൽ പൊഴിഞ്ഞ് താഴെ വീഴുകയാണെന്ന് കവിക്ക് തോന്നി. അത്ര മനോഹരമായിരുന്നു ആ ചന്ദ്രകളഭം. അപ്പോൾ ചന്ദ്രകളഭം, നിലാവ്, ഇന്ദ്രധനുസ്,
മഴവില്ല് ഓർത്ത് വയ്ക്കണേ. എന്നിട്ട് നമ്മൾ പഠിച്ച മന്ദസമീരൻ ഇളങ്കാറ്റ്, ഇന്ദ്രചാപം മഴവില്ല്, ഇന്ദുഗോപം മിന്നാമിനുങ്ങ്. മറക്കില്ലല്ലോ ഇനി. യെസ്. അടുത്ത പാട്ട് നോക്കണേ. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്നെൻ ജീവരാഗം. ഈ ചന്ദ്രിക, അപ്പൊ കുട്ടികൾ എൻ്റെ അടുത്ത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അതെന്തിനാ ഒരു റിപ്പിറ്റേഷൻ? അതൊരു പദപൗനരുക്തിയോ അല്ലേ കവിതയിൽ? ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം. ചന്ദ്രികയും ചന്ദ്രകാന്തവും നിലാവാണ്. ചന്ദ്രകളഭ നിലാവാണ്, ചന്ദ്രകാന്തം നിലാവാണ്, ചന്ദ്രിക നിലാവാണ്, ജോൾസിന് നിലാവാണ്. പിന്നെന്തിനാ ഗുരുവി ഇങ്ങനെ ആവർത്തിച്ച് വന്നിരിക്കുന്ന? ആ പാട്ട് തെറ്റല്ലേ എന്ന് ചോദിച്ചു. പക്ഷെ നോക്കണേ, നമ്മൾ പുഷ്യരാഗം പഠിച്ചതുപോലെ ഒരു വൈഡൂര്യ കല്ലാണ് ചന്ദ്രകാന്തം. ഈ നിലാവിൽ വൈഡൂര്യം പോലും അലിഞ്ഞു പോകും. അത്രയ്ക്ക് ഹാർഡസ്റ്റ് ആയിട്ടുള്ളതാണേ പുഷ്യരാഗവും ചന്ദ്രകാന്തവും വൈഡൂര്യക്കല്ല് വജ്രമൊക്കെ. പക്ഷെ ചന്ദ്രികയിലുണ്ടല്ലോ, ആ നിലാവിൽ ഈ ചന്ദ്രകാന്ത കല്ല് പോലും അലിഞ്ഞു പോകും. അത്രയേ ഉള്ളൂ. നിൻ ചിരിയിൽ അലിഞ്ഞു പോകുന്നു എൻ്റെ ജീവരാഗം. ജീവരാഗം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, എൻ്റെ സ്നേഹം എന്നുള്ള അർത്ഥം. രാഗം എന്ന പദത്തിന് അനുരാഗം എന്നാണ് അർത്ഥം. അതിൻ്റെ വിപരീതം ചോദിച്ചാൽ ദ്വേഷം എന്ന് പറയും. ദ്വേഷം. രാഗം, ദ്വേഷം. രാഗം അനുരാഗം തന്നെ, ദ്വേഷം എന്നത് വിദ്വേഷത്തിൻ്റെ നേരെ വിപരീതം. അപ്പൊ ജോത്സ്ന. ഇനി കൗമുദി എന്നും എന്തിനു പറയാറുണ്ട്? നിലാവിന് പറയും കൗമുദി. ഓക്കെ. ഇനി പാർവണേന്ദുമുഖി പാർവതി ഗിരീശ്വരൻ്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു. നോക്കാം. പാർവണേന്ദുമുഖി. എന്താണ് ഈ പാർവണേന്ദു എന്ന് പറഞ്ഞാൽ? ശരത്കാല രാത്രിയിലെ ചന്ദ്രനെയാണ് പാർവണേന്ദു എന്ന് വിളിക്കുന്നത്. ശരത്കാല ചന്ദ്രന്റെ പ്രത്യേകത പൂർണ്ണ നിലാവുള്ളതായിരിക്കും. നമ്മൾ ഫുൾ മൂൺ ഡേ എന്ന് പറയില്ലേ, അത് തന്നെയാണ് പൂർണ്ണചന്ദ്രന്റെ മുഖമുള്ളവൾ അല്ലേ. ഇനി അടുത്ത് പറയുന്നു, നിദ്ര നീങ്ങിയെല്ലും പകലും മഹേശ്വരൂപം ശൈലപുത്രിക്കുള്ളിൽ തെളിഞ്ഞു. മഹേശൻ, മഹാ അധികം ഈശൻ എന്ന് പിരിക്കും. മഹാ അധികം ഈശൻ ചേർത്തെഴുതുമ്പം മഹേശൻ ശിവന് പറയാണ്. ആ അധികം ഈ ഇസ് ഈക്വൽ ടു ഏ ദേവ ഈശൻ ദേവേശൻ. അതുപോലെ മഹാ ഈശൻ മഹേശൻ. അങ്ങനെ ശൈലപുത്രി, ശൈലം പർവ്വതം, ഗിരീശൻ എന്ന് വിളിക്കുന്നുണ്ട് അല്ലേ, ഗിരി പർവ്വതം. അപ്പോൾ ശൈലം, ഗിരി. അതുപോലെ നമ്മൾ നേരത്തെയും പഠിച്ചില്ലേ ഹിമശൈല സൈകതം. അപ്പൊ ശൈലവും ഗിരിയും ഒക്കെ പർവ്വതത്തിന്റെ പര്യായമായിരുന്നു. ഇവിടെ അത്രയേ ഉള്ളൂ. പാർവണേന്ദു എന്ന് പറഞ്ഞാൽ പാർവണം നിലാവ് തന്നെ. പാർവണേന്ദു ശരത്കാല നില, ശാരദരാത്രി എന്നും ശരത്കാല നിലാവ് എന്നൊക്കെയാണ് പാർവണത്തിന്റെ അർത്ഥം. അങ്ങനെ പാർവണം എന്നത് പ്രോപ്പർ നിലാവിന്റെ പര്യായമല്ല, ശരത്കാല രാത്രിയിലെ നിലാവിനെയാണ് പാർവണം എന്ന് പറയുന്നത്. ആ പാർവണേന്ദു എന്ന് പറഞ്ഞാൽ പൂർണ്ണ നിലാവുള്ള ചന്ദ്രനെയാണ് പാർവണേന്ദു. പാർവണേന്ദു മുഖി ഓർത്തിരുന്നാൽ മതി, പൂർണ്ണ നിലാവ്. ഓക്കെ. ഇനി നോക്കൂ, ശ്രീകുമാരൻ തമ്പിയുടെ ഒരു ഓണപ്പാട്ടാണ്. മുഖമൊട്ടു തളർന്നാലെന്തോമനേ നിന്റെ മനം മാത്രം മാഴ്കരുതെന്നോമനേ. അതിലെ തന്നെയുള്ള വരികളാണ്. മാഴ്കരുത്. അപ്പൊ മാഴ്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ കിടപ്പുണ്ട്. ദുഃഖിക്കുക, മാഴ്കുക, ദുഃഖിക്കുക. ഖേദം, ഖേദം അല്ലേ. തുമ്പം ഒക്കെ ദുഃഖമാണ്. തുമ്പം, ഖേദം, മാഴ്കുക ഒക്കെ ദുഃഖം തന്നെ. ഓക്കെ അല്ലേ. അപ്പൊ ദുഃഖത്തിനെയാണ്. ഇനി പറയല്ലോ അഴലും ദുഃഖമല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി. അഴല് ദുഃഖം, ഖേദം ദുഃഖം, തുമ്പം ദുഃഖം, മാഴ്കുക ദുഃഖം തന്നെ. അടുത്ത വരി നോക്കണേ. കങ്കണമുടഞ്ഞാലെന്തോമനേ നിന്റെ കൊഞ്ചലൻ വളകിലുക്കം പോരുമേ. ആ വരികൾ ഓർക്കുമ്പോൾ തന്നെ കങ്കണം നമുക്ക് കിട്ടും. നിന്റെ കങ്കണം വേണമെങ്കിൽ ഉടഞ്ഞു പോട്ടെ, പക്ഷെ നിന്റെ കൊഞ്ചലിൻ്റെ വളകിലുക്കം മതി എനിക്ക്. കങ്കണം, വള. കങ്കണം എന്ന് പറഞ്ഞാൽ കങ്കണ റാവത്ത്, വള റാവത്ത് ഓർത്ത് വെച്ചോളൂ. അപ്പോൾ കങ്കണം എന്ന് പറഞ്ഞാൽ വളയാണ്. കങ്കണം, വള. കങ്കണം വളയാണ്. ആ കങ്കണം ഉടഞ്ഞാലും തോമനെ നിന്റെ കൊഞ്ചലിൻ്റെ വളകിലുക്ക മതി എന്ന് പറയുമ്പോൾ തന്നെ ആ വരികൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ മുഖമുട്ട് തളർന്നാൽ എന്താ? നിന്റെ മനം മാത്രം മാഴുകരുത്, മാഴുകുക, ദുഃഖിക്കുക. കങ്കണം ഉടഞ്ഞാലും കുഴപ്പമില്ല,
പുഞ്ചിരിയുടെ വളകിലുക്ക മതി എന്ന് പറയുന്നിടത്ത് കങ്കണം വളയാണ്. കങ്കണം ചോദിച്ചിട്ടുണ്ട്, കങ്കണം വളയാണ്. മാഴ്കുക ചോദിച്ചിട്ടില്ല, പക്ഷെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പദമാണ്. മാഴ്കുക ദുഃഖിക്കുക. ചിലപ്പോൾ മാഴ്കുക തന്നിട്ട് മുഴുകുക എന്നൊക്കെ പറയും. അല്ല, മാഴ്കുക ദുഃഖിക്കുക, കങ്കണം വളയാണ്. ഓക്കെ അല്ലേ? അടുത്ത് എപ്പോഴും നമ്മൾ തെറ്റിക്കുന്നതാണ്. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. പാദസ്വരം, പാദസ്വരം എന്നല്ല കവി പാടിയത്, 1000 പാദസരങ്ങൾ. ഇനി ഈ പാദസ്വരം എന്ന് പദശുദ്ധിയിൽ തന്നിരിക്കുമ്പോൾ ഓർക്കുക, 1000 പ്രാവശ്യം കുർവി പറഞ്ഞിട്ടുണ്ട്. പാദസ്വരം അല്ല, പാദസരം ആണ്. പാദത്തിൽ സരിക്കുന്നത്, പാദത്തിൽ സരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പാദത്തിൽ നമ്മൾ കിലുങ്ങുന്നത്, പാദത്തിൽ കെട്ടുന്നത്, പാദത്തിൽ ധരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു അർത്ഥം എടുത്തോളൂ. അപ്പോൾ 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1000 പാദസ്വരങ്ങളല്ല കിലുങ്ങുന്നത്, 1000 പാദസരങ്ങളാണ് കിലുങ്ങുന്നത്. പാദസരം. അടുത്ത പാട്ട് നോക്കണേ. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. നോക്കാം. കായാമ്പൂ, കായാമ്പൂ എന്ന് പറഞ്ഞാൽ കായാവ്, നീലക്കടമ്പ് എന്നൊക്കെ പറയും. അതിൽ വിടരുന്ന ഒരു പൂവാണ്. പക്ഷെ കായാമ്പൂവിന് നീലോൽപ്പലം എന്നും പറയാറുണ്ട്. നീലോൽപ്പലം എന്ന് പറഞ്ഞാൽ കരിങ്കൂവളമാണ്. കരിങ്കൂവളം, കരിങ്കൂവളമാണ് ആക്ച്വലി നീലോൽപ്പലം. പക്ഷെ കായാമ്പൂവിൻ്റെ നീല കളറ്, നീല നിറമുള്ള, അതാണ് കായാമ്പൂ മേനിയാണ് കണ്ണന് എന്ന് പറയുന്നത്. കായാമ്പൂ, കായാവ് എന്ന് പറയുന്ന മരത്തിലാണ് കായാമ്പൂ ഉണ്ടാകുന്നത്. പക്ഷെ നീലോൽപ്പലത്തിനും കായാമ്പൂ എന്ന് പറഞ്ഞ് പല കവിതകളിലും പാട്ടുകളിലും ഒക്കെ പറയുന്നുണ്ട്. കമലദളം നമുക്കറിയാം, കമലദളം കവിളിൽ അങ്ങനെ എന്താ പാട്ടില്ലേ. അപ്പോൾ കമലദളം താമര ഇതളുകൾ എന്നുള്ള അർത്ഥം. അനുരാഗവതി എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളവൾ എന്നുള്ള അർത്ഥം. ചൊടി നമ്മൾ പഠിച്ചു, ചുണ്ട്. ഈ നീലോൽപ്പലം, അതുകൊണ്ടാണ് ഉൽപ്പലാക്ഷി എന്ന് പറയുന്നത്. ഉൽപ്പലാക്ഷി, അതായത് ഉൽപ്പലാക്ഷി എന്താണ്? നീലോൽപ്പലമിഴി എന്ന് പറയും. നീലോൽപ്പലത്തിൻ്റെ, കരിങ്കൂവളത്തിൻ്റെ കണ്ണുകളോട് കൂടിയവളെയാണ് നീലോൽപ്പലാക്ഷി അല്ലെങ്കിൽ ഉൽപ്പലാക്ഷി. ഉൽപ്പലാക്ഷം പിള്ള എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് തന്നെ, കരിങ്കൂവളത്തിൻ്റെ കണ്ണോട് കൂടിയവൻ. കമലദളം താമരയിതളം, അനുരാഗം, സ്നേഹം. എപ്പോഴും കവി പക്ഷേ ഇതിൽ തെറ്റിച്ചാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. ഞാൻ അതൊന്ന് ശരിയാക്കി. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. സന്യാസിനി, സിനിമാ പാട്ടിൽ ഈ സന്യാസിനിയെ കാണുള്ളൂ. പക്ഷെ ഈ സിനിമാ പാട്ടും കണ്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ 1 മാർക്ക് പോകും. ഈ സന്യാസിനിയല്ല, സംന്യാസി, എല്ലാം ന്യസിക്കുന്നവൻ. അനുസ്വാരം അങ്ങ് പോവും, ഇവിടെ ഒരു നേ കൂടി വരും. അപ്പോൾ എന്താവും? ഒരു നാ കൂടി വരുമ്പോൾ ഇന്നയാവും അല്ലേ? സന്യാസിക്ക് 2 ന്യായുണ്ട്. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ 2 പ്രാവശ്യം സന്ധ്യാപുഷ്പമായിട്ട് വന്നു എന്നോർക്കണേ. ഓക്കെ, സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ 2 പ്രാവശ്യം പുഷ്പമായിട്ട് വന്നു. പുണ്യാശ്രമം, പുണ്യ അധികം ആശ്രമമൊന്ന് മതി. ഇനി ആരെങ്കിലും പുണ്യം അധികം ആശ്രമം എന്ന് പറയുകയാണെങ്കിൽ പുണ്യശ്രമമായി പോവും അല്ലേ? ഇപ്പം നമ്മളിവിടെ പുണ്യം അധികം ആശ്രമം എന്ന് പിരിച്ചാലോ എന്ത് സംഭവിക്കും? അനുസ്വാരം അങ്ങ് പോവും, ബാക്കിയുള്ളത് ചേർത്ത് എഴുതും. പുണ്യ ആശ്രമം, പുണ്യശ്രമമായി പോവും. പുണ്യ അധികം ആശ്രമം വേണ്ട, പുണ്യം ആശ്രമം പറ്റും കേട്ടോ. സോറി, ഇവിടെ ശരിയാ, പുണ്യം ആശ്രമം പറ്റും. കാര്യം ഇത് പിരിക്കുമ്പോൾ തന്നെ എന്തുണ്ട് ഇതിനകത്ത്? ദീർഘം ഉണ്ടല്ലോ. പുണ്യം അധികം ആശ്രമം, പുണ്യാശ്രമം തന്നെ. ഓക്കെ അല്ലേ? അവിടെ പുണ്യ ആശ്രമം ഒന്നും വേണ്ട, പുണ്യം ആശ്രമം പുണ്യാശ്രമം കൊടുക്കുക. അനുസ്വാരം അങ്ങ് പോകുന്നു, ബാക്കിയുള്ളത് അങ്ങ് ചേർത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ സന്യാസിനിക്ക് 2 സന്യാസിനി പുണ്യാശ്രമത്തിൽ 2 ന്യായം കൊണ്ടാണ് ഞാൻ വന്നത്. സന്ധ്യാപുഷ്പവുമായിട്ട് 2 ന്യായം കൊണ്ട് വന്നു എന്ന് ഓർക്കണേ, മറക്കരുത്. റിപ്പീറ്റഡ് PYQ ആണ് സന്യാസിനിയൊക്കെ. സന്യാസി എന്ന് ചോദിക്കും. നിന്റെ ദുർഖാർദ്രമാം മൂകാശ്രുധാരയിൽ എൻ്റെ സ്വപ്നങ്ങൾ അലിഞ്ഞു. ദുഃഖാർദ്രം, ആർദ്രം എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ്? നോക്കൂ, ശുഷ്കം. അപ്പോൾ ആർദ്രത്തിന് 2 അർത്ഥമുണ്ടേ. ആർദ്രത്തിന് നിറഞ്ഞത് എന്നും
നനഞ്ഞത് എന്നും അർത്ഥമുണ്ട്. ദുഃഖത്താൽ നിറഞ്ഞതാണ് ദുഃഖാർദ്രം. അതിൻ്റെ നേരെ വിപരീതം ചോദിക്കുമ്പം ശുഷ്കം. ആർദ്രത്തിൻ്റെ നേരെ വിപരീതം എന്താണ്? ശുഷ്കമാണ്. ആർദ്രം വിപരീതം ശുഷ്കം വരും, അതായത് ഇല്ലാത്തത് എന്നുള്ള അർത്ഥം. അശ്രു കണ്ണുനീർ, ആനന്ദാശ്രു സന്തോഷ കണ്ണീർ അല്ലേ. മൂകം നമുക്കറിയാമല്ലോ, സൈലൻ്റ് നിശബ്ദം എന്നുള്ള അർത്ഥം. ധാര, മൂകാശ്രുധാര, ധാരയ്ക്ക് മഴയെന്നും പ്രവാഹമെന്നും അർത്ഥമുണ്ട്. ധാര മഴയെന്നും അർത്ഥമുണ്ട്, പ്രവാഹമെന്നും അർത്ഥമുണ്ട്. ഓക്കെ അല്ലേ? യെസ്. മാലേയം മാറോടലിഞ്ഞും മൈ കണ്ണിൽ മാമ്പൂ വിരിഞ്ഞും. ഇതിലെ മാലേയം എന്ത്? ചന്ദനം. മൈക്കണ്ണ് എന്താണ്? മഷി എഴുതിയ കണ്ണ്. ഓക്കെ അല്ലേ? ഇനി മാമ്പൂ എങ്ങനെ പിരിക്കും? മാ അധികം പൂ എന്ന് പിരിച്ചാൽ മതി, മാമ്പൂ കിട്ടും. ആഗമസന്ധിയാണ്. കാരണം എന്തുകൊണ്ടാ? മാവ് എന്ന് പിരിക്കാറില്ല, മാ എന്ന് പിരിച്ചാൽ മതി. മാവ് വരുന്ന പദങ്ങളെല്ലാം മാ 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 എന്ന് പിരിച്ചാൽ മതി. മാ അധികം തളിർ, മാന്തളിർ. മാ അധികം പൂ, മാമ്പൂ. മാ അധികം പഴം, മാമ്പഴം. മാ അധികം ചുവട്, മാഞ്ചുവട്. മനസ്സിലായോ? മാ അധികം കൊമ്പ്, മാങ്കൊമ്പ്. ഇപ്പം മാവ് വരുന്നു, ഒന്ന് മാവ് 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 എന്ന് പിരിക്കണ്ട. ഇനി എനിക്ക് പാടാൻ പറ്റുന്നില്ല, ഇത് ഭയങ്കര സംഗതി ആയതുകൊണ്ട് ഞാൻ പാടുന്നില്ല. നിങ്ങൾ അവിടെ ഇരുന്ന് പാടിക്കോ. ഈ വീഡിയോ കാണുമ്പോൾ ആകാശദീപങ്ങൾ സാക്ഷി നിങ്ങളൊന്ന് പാടിക്കോ. ആകാശദീപങ്ങൾ സാക്ഷി, ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി. ഈ ജോഗ്രഫിയിൽ നിങ്ങൾക്ക് സാറ് ആഗ്നേയ ശൈലം എന്നതിന് ഇങ്ങനെ ജോഗ്രഫിക്കൽ പരമായിട്ടൊക്കെ മീനിങ് പറഞ്ഞു തരും. നമുക്ക് ആഗ്നേയ ശൈലത്തിന് അഗ്നിപർവ്വതം എന്നാണ് അർത്ഥം. എന്നിട്ടുണ്ട് അകമെരിയും ആരണ്യതീരങ്ങളിൽ. ആരണ്യതീരം, ആരണ്യം കാട്. ഹിമമുടിയിൽ ചായുന്ന വെൺഗംഗയിൽ. അപ്പൊ ഹിമമുടി എന്താണ്? മഞ്ഞ് മല എന്നുള്ള അർത്ഥം കൊടുക്കാം, അല്ലെങ്കിൽ ഹിമാലയം എന്നുള്ള അർത്ഥം കൊടുക്കാം. കാരണം ഇവിടെ അങ്ങനെ വരുള്ളൂ, ഹിമമുടിയിൽ ചായുന്ന വെൺഗംഗ അല്ലെ. ഹിമമുടി, മുടിക്ക് കൊടുമുടി എന്നുള്ള അർത്ഥം തന്നെയാണ്. മലയെന്നോ കൊടുമുടി, ആ ഒരു കുന്ന് എന്നൊക്കെയുള്ള അർത്ഥം കൊടുക്കാം. വെൺഗംഗയ്ക്ക് നക്ഷത്ര പങ്ക്തി, ക്ഷീരപഥം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെ. ആ ക്ഷീരപഥം, ആകാശഗംഗ എന്ന് പറയുന്നത് വെൺഗംഗയാണ്. ഹിമം മഞ്ഞുമല തന്നെയാണ്. ആരണ്യകാണ്ഡങ്ങൾ തേടി, ആരണ്യം കാട്. ആഗ്നേയശൈലം അഗ്നിപർവ്വതം. നീയാം ജ്വാലാമുഖം, ജ്വാലാമുഖി എന്ന് പറഞ്ഞാലും അഗ്നിപർവ്വതം തന്നെ. ജ്വാലാമുഖം എന്താണ്? അഗ്നിപർവ്വതം. ജ്വാലാമുഖി അഗ്നിപർവ്വതം. അപ്പോൾ ആഗ്നേയശൈലവും ജ്വാലാമുഖിയും ഒക്കെ അഗ്നിപർവ്വതം. ആരണ്യതീരം, കാട്ടിൻ്റെ തീരം എന്നുള്ള അർത്ഥം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ കുറേ പാട്ടുകളിലൂടെ ഇന്ന് കുറച്ചേറെ പര്യായങ്ങളാണ് പഠിച്ചത്. മാലേയം പോലെ തന്നെ ഓർത്തു വെക്കേണ്ട മറ്റൊരു പദമുണ്ട്, പറയാൻ വിട്ടു. പ്രാലേയം, മഞ്ഞ്. മാലേയം ചന്ദനം, പ്രാലേയം മഞ്ഞ്. പ്രാലേയം വീണ് കിടക്കുന്ന വഴിയിലൂടെ മാലേയ കുറിയുമണിഞ്ഞ മൈക്കണ്ണിയാൾ നടന്നകന്നു. കൊള്ളാം അല്ലേ? മൈക്കണ്ണ്, മഷി എഴുതിയ കണ്ണ്. മൈക്കണ്ണ് എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണെന്നുള്ള അർത്ഥമല്ല. മൈക്കണ്ണ്, മൈക്കണ്ണി, മഷി എഴുതിയ കണ്ണുകളോടുകൂടി. അഞ്ജനക്കണ്ണെന്നൊക്കെ പറയില്ലേ, മഷി എഴുതിയ കണ്ണിനെയാണ്. അഞ്ജനം കറുപ്പാണ്, അങ്ങനെ കറുപ്പിച്ച കണ്ണുകളോടുകൂടിയത്. അപ്പോൾ പ്രാലേയം വീണ വഴിയിലൂടെ മാലേയ കുറിയണിഞ്ഞ് മൈക്കണ്ണി നടന്നകന്നു. അവിടെ എവിടെയോ ഒരു ആഗ്നേയശൈലം ഉണ്ട്. ആഗ്നേയശൈലം അഗ്നിപർവ്വതം. ആരണ്യം കാട്, വെൺഗംഗ ക്ഷീരപഥം, ഹിമം മഞ്ഞ് തന്നെ. അപ്പം മാലേയവും പ്രാലേയവും മൈക്കണ്ണും ഒക്കെ ഈ പാട്ടുകളിലൂടെയൊക്കെ, ഇനി പാട്ട് എപ്പോഴെങ്കിലും മാലേയം മാറോടലിഞ്ഞും, ചന്ദനമാണ് മാറോട് അലിഞ്ഞത്. മൈ കണ്ണിൽ അല്ലേ, കണ്ണിൽ മാമ്പൂ വിരിഞ്ഞും. അപ്പോൾ കണ്ണിൽ എങ്ങനെ പൂവ് വിരിഞ്ഞു എന്ന് ചോദിച്ചാൽ, കാമദേവൻ്റെ 5 അമ്പുകളിൽ ഏറ്റവും പവറുള്ള അമ്പാണ് മാമ്പൂവ്. അറിയുമോ? കാമദേവനെ മലരമ്പൻ എന്നാണ് വിളിക്കുന്നത്. പുള്ളിയുടെ കയ്യിൽ 5 അമ്പുകളുണ്ട്. അരവിന്ദം താമര, അശോകം അശോകതെച്ചി, നീലോൽപ്പലം കരിങ്കൂവളം, നവമാലിക മുല്ലപ്പൂവ്, 5ാമത്തത് ചൂതം. ചൂതം എന്ന് പറഞ്ഞാൽ മാമ്പൂവ്. കണ്ടോ കവി കൽപ്പന പോയ പോക്ക്? മൈ കണ്ണിൽ മാമ്പൂ വിരിഞ്ഞു. അതായത് അവളുടെ കണ്ണിൽ
ആ കാമം വന്നു എന്നുള്ള അർത്ഥം, പ്രണയം വന്നു എന്നുള്ള അർത്ഥം. അപ്പം മാമ്പൂവ് ചൂതം, ചൂതം എന്തിൻ്റെ പര്യായം? എഴുതിയിട്ട് തരാം. ചൂതം എന്ന് പറഞ്ഞാൽ മാമ്പൂവാണ്. ചൂതം മാമ്പൂവാണേ, മറക്കല്ലേ. ചൂതം മാമ്പൂവ്. അരവിന്ദം, അശോകം, നീലോൽപ്പലം, നവമാലിക, ചൂതം. നവമാലിക എന്ന് പറഞ്ഞാൽ എന്താ? മുല്ലപ്പൂ. അരവിന്ദം താമര, അശോകം അശോകത്തെച്ചി, നീലോൽപ്പലം നമ്മളിപ്പോൾ പഠിച്ചു കരിങ്കൂവളം. നവമാലിക മുല്ലപ്പൂവ്, നവമാലിക മുല്ല, ചൂതമാണ് മാമ്പൂവ്. അപ്പോൾ നവമാലിക കൂടാതെ മുല്ലയ്ക്ക് കുന്തം എന്നും പറയും. കുന്തം എന്ന് പറഞ്ഞാൽ എന്താ? മുല്ലയാണേ. കുന്തം മുല്ലയാണ്. ഒരു മുഴം കുന്തം വേണം തലയിൽ വയ്ക്കാൻ, മുല്ലപ്പൂ എന്നുള്ള അർത്ഥം. അതുകൊണ്ടാണ് മലയാളത്തിലെ ആദ്യ നോവലിന് കുന്തലത എന്ന് പേരിട്ടത്. മുല്ലവള്ളി, കുന്തലത. അപ്പു നെടുങ്ങാടിയുടെ കുന്തലതയാണ് മലയാളത്തിലെ ആദ്യ നോവൽ. ലക്ഷണമൊത്ത ആദ്യ നോവൽ ചന്തുമേനോൻ്റെ ഇന്ദുലേഖ. അപ്പോൾ കുന്തലത എന്ന് പേരിടാൻ കാരണം, നോവലൊക്കെ എഴുതിയിട്ട് ആരെങ്കിലും കുന്തം, ലുട്ടാപ്പിയുടെ കയ്യിലുള്ള കുന്തമൊന്നും ഇടില്ല, മുല്ലവള്ളി എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ അല്ലേ? അപ്പം ശരി, നമുക്ക് വീണ്ടും കുറച്ച് പാട്ടുകളും ഒക്കെ ആയിട്ട് ഇനിയും ഒരു 10-25 പര്യായം പഠിച്ചിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.